ദേശീയപാതയിൽ പയ്യന്നൂരിലും വിള്ളൽ കണ്ടെത്തി. പയ്യന്നൂർ കോത്തായിമുക്കിനും പുതിയങ്കാവിനുമിടയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലാണ് വിള്ളലുണ്ടായത്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. പയ്യന്നൂർ കോത്തായിമുക്കിനും പുതിയങ്കാവിനുമിടയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലാണ് 1/2 കിലോമീറ്ററിലധികം നീളത്തിൽ വിള്ളലുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് നാട്ടുകാർ വിള്ളൽ കണ്ടെത്തിയത്. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഇവിടെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇറക്കി വെച്ചിരുന്നു. മഴയിൽ മണ്ണമർന്നതോടെ റോഡ് തകർന്നതാകാമെന്നാണ് കരുതുന്നത്. ഇത് തയ്യാറാക്കിയത് അതിന്റെ ഡിസൈൻ എഞ്ചിനീയറിംഗ് നോക്കിയാൽ അറിയാം. 4 വരി പാതയ്ക്ക് തയ്യാറാക്കിയ DPR ആണ് 6 വരി പാത മാറ്റിയത്. അതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് ഇതിന്റെ DPR മറ്റു കാര്യങ്ങളും നൽകാത്തത്. അതിന്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വരുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അതിന്റെ ഡിസൈൻ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നത് 4 വരി പാതയ്ക്ക് ആദ്യം തയ്യാറാക്കിയത് അത് പെട്ടെന്ന് 6 വരി പാതയിലേക്ക് മാറ്റി. നിങ്ങൾ എന്ന് പറയുന്ന കമ്പനിയുടെ പല രാജ്യങ്ങളും പാതയുടെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾ തന്നെ സാധാരണക്കാരെ ലേമൻ അഭിപ്രായങ്ങൾ എന്ന് പറയുള്ളൂ. നമ്മൾ ഇപ്പോൾ കുപ്പത്തെ ഒക്കെ സ്ത്രീകൾ തന്നെ ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്ന സമയത്ത് അതോറിറ്റിയെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും അത് മുഖവിലൊക്കെ എടുത്തിട്ടില്ല. അപ്പോൾ അവർക്കുള്ള വിവരം പോലും ഈ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സും ഡിസൈനേഴ്സും ഒക്കെ പറയുന്ന ഉന്നതരായിട്ടുള്ള ടെക്നോക്രാറ്റുകൾക്ക് ഇല്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കോറോം അടിപ്പാതയ്ക്ക് സമീപം ടാറിംഗ് പൂർത്തിയായ ഭാഗത്തും വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ദേശീയപാത കൂടുതൽ പ്രദേശങ്ങളിൽ തകർന്നു തുടങ്ങിയത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ടെന്ന് പ്രദേശം സന്ദർശിച്ച UDF നേതാക്കൾ പറഞ്ഞു. ആന്ധ്രയിൽ നിന്ന് വന്ന് ആന്ധ്രയിലുള്ള മണ്ണും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ താഴെയുള്ള നല്ല മണ്ണ് കൊണ്ട് വിറ്റു അല്ലേ എന്നിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത് ഉപ്പ് ഉള്ള ചേടി മണ്ണാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഉപ്പുള്ള അംശമുള്ള ഒരു മണ്ണ് ഇട്ടിട്ടുണ്ടെങ്കിൽ, കുഴി ഇട്ടിട്ടുണ്ടെങ്കിൽ, ചേടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ദ്രവിക്കാൻ തുടങ്ങും. സ്വാഭാവികമായി അത് വിള്ളൽ വരും, അത് വീണ്ടും താഴോട്ട് പോകും. ഇപ്പോൾ തന്നെ ഇവിടെ ഈ നല്ല ഇതിലാണ് ഇപ്പോൾ വിള്ളൽ വന്നിരിക്കുന്നത്. ക്രാക്ക് വന്നിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത് മഴ പെയ്തിട്ട് ഒരു ദിവസം ആയപ്പോൾ സംഭവിച്ചതാണ്. സാധാരണ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ഈ വെയിലിൻ്റെ ഭൂമി ഒന്ന് തണുക്കുക മാത്രമേ ചെയ്യുള്ളൂ. ആ മഴ കൊണ്ട് ഈ സ്ഥിരമായിട്ട് മഴ വരുമ്പോൾ ഉണ്ടാകുന്നത് അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും മണ്ണ് അലിഞ്ഞു ചേർന്ന് അപ്പോൾ ഇത് താഴോട്ട് വീണ്ടും ഇത് ഇടിയുന്ന ഒരു സാഹചര്യമുണ്ട്. UDF കണ്ണൂർ ജില്ലാ ചെയർമാൻ PT മാത്യു, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, KT സഹദുള്ള തുടങ്ങിയവരാണ് സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.